Welcome to our English class. Today let us go through a new chapter, The Ballad of Father Gilligan. It's a beautiful poem. Do you know what is called ballad? A ballad is a class of poems, a sort of narrative songs, narrating a tragic or heroic story based on a central heroic incident. ഒരു കഥയെ അടിസ്ഥാനമാക്കി പറയുന്ന, അത് ട്രാജിക് ആവാം അല്ലെങ്കിൽ ഹീറോയിക് സ്റ്റോറി ആവാം, കഥരൂപത്തിൽ പറയുന്ന ഒരു കവിതകളെ പറയുന്ന പേരാണ് ഇത് ബല്ലാഡ്. സോ എ ബല്ലാഡ് ഈസ് എ ക്ലാസ് ഓഫ് പോയംസ്, എ സോർട്ട് ഓഫ് നറേറ്റീവ് സോങ്സ് നറേറ്റിംഗ് എ ട്രാജിക് ഓർ ഹീറോയിക് സ്റ്റോറി based on a central heroic incident. Today you have to study a ballad of Father Gilligan. This poem is written by William Butler is 1865 to 1969. He is an Irish poet and one of the foremost figures of the 20th century literature. In 1923, he was awarded the Nobel Prize in Literature for his inspired poetry. Yeats is one of the few writers who completed his greatest works after being awarded the Nobel Prize, which include The Tower 1928 and The Winding Stair and other poems in 1929. Now let us go through our poem. The poem deals with the theme of the pity of an old priest. ഒരു ഓൾഡ് പ്രീസ്റ്റിൻ്റെ ഒരു ദയ, അതിനോട് കാണിക്കുന്ന ഒരു പ്രീസ്റ്റിനോട് കാണിക്കുന്ന, ദൈവം കാണിക്കുന്ന ഒരു കരുണയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഇവരുടെ ഈ പ്രീസ്റ്റ്, ഈ ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇടവൈകയിലുള്ള ജനങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫാദർ ഗില്ലിഗന് എല്ലാവരെയും ശുശ്രൂഷിച്ചുകൊണ്ട് അദ്ദേഹം ടയേർഡാവുകയാണ്. അപ്പോൾ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ ഈ ഒരു പോയം കണ്ടിന്യൂ ചെയ്യുന്നത്. Now let us go through our poem, The Ballad of Father Gilligan. The old priest Peter Gilligan was weary night and day, for half his folk were in their beds or under green swords lay. Weary means tired. Flock, the people in the parish. The old priest Peter Gilligan എന്ന പ്രായമായിട്ടുള്ള ഫാദർ was weary night and day. He was very tired. ആകെ ക്ഷീണിതനായിട്ട് ഇരിക്കുകയാണ്. നൈറ്റ് ആൻഡ് ഡേ, രാവും പകലും എല്ലാം ആകെ ക്ഷീണിതനാണ് അദ്ദേഹം. For half his flock were in their beds or under green swords lay. കാരണം ഇടവകയിലെ ഹാഫ് ഓഫ് ഹിസ് ഫ്ലോക്ക്, പകുതിയിലേറെ ജനങ്ങളും ബെഡ്, കിടപ്പിലാണ്, അസുഖം ബാധിച്ച് കിടപ്പിലാണ്, അല്ലെങ്കിൽ മണ്ണിനടിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ചെയ്യുന്നത്. Once while he nodded in a chair, nod means to move one's head up and down to show agreement. അങ്ങനെ അദ്ദേഹം at the mood hour of eve, another poor man sent for him and he began to grieve. ഒരു ദിവസം വൈകുന്നേരം ഫാദറിനെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരികയാണ്. വൺസ് ഹീ നോഡഡ് ഇൻ എ ചെയർ, അങ്ങനെ അദ്ദേഹം കസേരയിലൊന്ന് പണിയൊക്കെ കഴിഞ്ഞു ക്ഷീണിതനായി ഒന്ന് വന്നിരിക്കുന്ന സമയത്ത് ഒരാൾ വരികയാണ്, പിന്നെയും അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി വരികയാണ്. Another poor man sent for him and he began to grieve. അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ്. അന്ത്യകൂദാശ നടത്താൻ വേണ്ടിയിട്ട് മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രീസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് വേർഡ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? പൂവർ മാൻസ്, ആളുകൾ ഇദ്ദേഹത്തെ വിളിക്കാൻ വരുന്നത്. ആൻഡ് ഹി ബിഗാൻ ടു ബ്രീവ്. ഇത് കേട്ടപ്പോൾ പിന്നെയും അദ്ദേഹത്തിന് സങ്കടമായി, സന്തോഷമായി. ഒരു റെസ്റ്റില്ല, തല ചായ്ക്കാൻ സമയമില്ല എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സങ്കടം തോന്നുകയാണ്. I have no rest, no joy or no peace, for people die and die.
എനിക്കൊരു വിശ്രമവുമില്ല, ഒരു സന്തോഷവും ഒരു സമാധാനമില്ല. ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. And after cried he, God forgive my body, speak not I. പിന്നീട് അദ്ദേഹത്തിന് പശ്ചാത്താപം തോന്നുകയാണ്. എന്നിട്ട് പറയാണ്, ദൈവമേ എന്നോട് ക്ഷമിക്കണേ, ഇപ്പോൾ പറഞ്ഞത് ഞാനല്ല, എൻ്റെ ശരീരമാണ്. He knelt and leaning on the chair. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ട് ഫാദർ knelt, മുട്ടുകുത്തി, rest on knees, മുട്ടുകുത്തി, and he prayed and fell asleep. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് കസേരയിൽ കിടന്നിട്ട് എന്ത് ചെയ്യാണ്, ഒന്ന് വിശ്രമം മാറ്റാൻ വേണ്ടി കിടന്നതാണ്. പക്ഷെ അദ്ദേഹം എന്തായിപ്പോയി, ഉറങ്ങിപ്പോയി. And the moth hour went from the fields and stars began to peep. Moth hour means evening time. അപ്പോൾ സന്ധ്യാസമയമായി. കൃഷിയിടങ്ങളിലൊക്കെ എന്തായി, സന്ധ്യാസമയം. ഈ സമയത്ത് സന്ധ്യാസമയത്ത് എന്ത് വരും, പാറ്റകൾ പാറി വരും അല്ലേ. അപ്പോൾ ഈ ഒരു സമയമായി. ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്, നക്ഷത്രങ്ങളെല്ലാം തെളിഞ്ഞ് വന്നു. ദ സ്ലോലി ഇൻ ടു മില്യൻസ് ക്രിയൂ, നക്ഷത്രങ്ങൾ ഒരുപാടെണ്ണമായി, രാത്രിയായി. ആൻഡ് ലീവ്സ് ഷൂക്ക് ഇൻ ദ വിൻഡ്, ഇലകൾ കാറ്റിലാടി. ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്, ദൈവം എന്ത് ചെയ്യാണ്, ലോകത്തെ മുഴുവൻ ഇരുട്ടിൻ്റെ മറവിലാക്കി. അങ്ങനെ രാത്രിയായി. ആൻഡ് വിസ്പേർഡ് ടു മാൻ കൈൻഡ്, ദൈവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, മനുഷ്യരോട് മന്ത്രിക്കുന്നത് പോലെ എന്തായി, രാത്രി ആയി. അപ്പോൾ ദ ടൈം ഓഫ് സ്പാരോഷിപ്പ് വെൻ ദ മോത്ത്സ് കെയിം വൺസ് മോർ, കൊരിവികൾ ചിലയ്ക്കുന്ന സമയമായപ്പോൾ ഫാദർ എണീറ്റു. വെൻ ദ മോത്ത്സ് കെയിം വൺസ് മോർ എന്ന് പറഞ്ഞെങ്കിൽ, മോത്ത്സ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, പാറ്റുകളാണ്. ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാണ്, വരികയാണ് കേട്ടോ, രാവിലെ, അതിരാവിലെ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ സ്റ്റുഡ് അപ്രൈറ്റ് ഓൺ ദ ഫ്ലോർ, രാവിലായി അറിഞ്ഞു. അപ്പോൾ പ്രീസ്റ്റ് ഒരാൾ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പോയില്ല. ക്ഷീണം മാറ്റാമെന്ന് കരുതി പെട്ടെന്ന് എന്തായി, ഉറങ്ങിപ്പോയി. അദ്ദേഹം വേഗം എണീറ്റ് നിന്നു. മൗറൂണേ മൗറൂണേ, ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ് ഇൻ ദി ചെയർ. അദ്ദേഹം നിലവിളിച്ചു, അയ്യോ ദൈവമേ, അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകും, ഞാൻ ഈ കസാരയിൽ ഉറങ്ങിയ സമയത്ത്. ദ മാൻ ഹാസ് ഡൈഡ്. ഹി റോസ് ഹിസ് ഹോഴ്സ് ഔട്ട് ഓഫ് ഹിസ് സ്ലീപ്പ് ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. അദ്ദേഹത്തിൻ്റെ ഹോഴ്സിന്, ടു വേക്ക് സംബഡി അപ്പ് ഫ്രം ഡീപ്പ് സ്ലീപ്പ്, ഹോഴ്സിന് എന്ത് ചെയ്താണ്, ഹോഴ്സ് കുതിരയെ ഉറക്കത്തിൽ നിന്നും തട്ടി ഉണർത്തി. റോഡ് വിത്ത് ലിറ്റിൽ കെയർ, ശ്രദ്ധയില്ലാതെ വളരെ സ്പീഡിൽ ഓടിച്ചു പോയി. ഹി റോഡ് നൗ ആസ് ഹി നെവർ റോഡ്, ഇന്നേ വരെ അദ്ദേഹം ഇത്ര സ്പീഡിൽ എന്ത് ചെയ്തിട്ടില്ല, ഓടിച്ച് പോയിട്ടില്ല. ബൈ റോക്കി ലെയിൻ ആൻഡ് ഫെൻ, പാറക്കെട്ടുകളും ചതുപ്പ് നിലങ്ങളുമെല്ലാം താണ്ടി ഫാദർ കുതിരയെ പായിക്കുകയാണ് ചെയ്യുന്നത്. ദ സിക്ക് മാൻസ് വൈഫ് ഓപ്പൺ ദ ഡോർ ആൻഡ് ഫാദർ യു കം കീൻ. അങ്ങനെ വാതിലിൽ മുട്ടി. സിക്ക് മാൻ, ആർക്കാണോ അന്ത്യകൂദാശ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ പോയി കതക് മുട്ടി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വാതിൽ തുറന്നു. തുറന്നപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞത്, ഫാദർ യു കം അഗെയിൻ, ഫാദർ നിങ്ങൾ വീണ്ടും വന്നോ എന്നാണ് ആ സ്ത്രീ ചോദിച്ചത്. And is the poor man dead? He cried. He died an hour ago. ഫാദർ ചോദിച്ചു, അദ്ദേഹം മരിച്ചോ? അതെ, ഒരു മണിക്കൂർ മുമ്പ് അദ്ദേഹം മരിച്ചു, വൈഫ് പറഞ്ഞു. The old priest Peter Gilligan in grief swayed and to and fro. ഫാദർ ഗില്ലിഗൻ ഈ ദുഃഖം താങ്ങാനാകാതെ ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. When you were gone, he turned and died as merry as a bird. ഈ സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ്, ഫാദർ ഇവിടെ വന്നു പോയ ഉടനെ അദ്ദേഹം ഒരു വശത്തേക്ക് ചെരിഞ്ഞ് സമാധാനത്തോടുകൂടി, ഒരു പക്ഷിയെ പോലെ സന്തോഷത്തോടുകൂടി മരിച്ചു എന്ന് പറഞ്ഞു. The old priest Peter Gilligan, he knelt him at that word. ഇത് കേട്ട ഉടനെ ഫാദർ ഗില്ലിഗൻ മുട്ടുകുത്തിയിരുന്ന് പോയി. ഞാൻ അറിയാതെ എന്നെപ്പോലെ ഒരാൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവതരിച്ചിട്ടുണ്ട്. He who had made the night of stars for souls who tire and bleed
sent one of his great angels down to help me in my need. ആരാണോ ജോലി ചെയ്ത് ക്ഷീണിച്ചവർക്ക് വേണ്ടി രാത്രിയും നക്ഷത്രങ്ങളും സൃഷ്ടിച്ചത്, അയാൾ മാലാഖയെ പോലെ ഒരാളെ താഴേക്ക് വിട്ട് എന്നെ സഹായിക്കുകയായിരുന്നു. ഫാദർ ചിന്തിച്ചു. Send one of his great angels down to help me in my need. എൻ്റെ ആവശ്യമറിഞ്ഞ് ദൈവം ഒരാളെ അയച്ചിട്ടുണ്ട്. He who is wrapped in purple robes with planets in his care. ഗ്രഹങ്ങളെ പോലും നിയന്ത്രിക്കുന്ന ചുവന്ന കുപ്പായമിട്ട ദൈവം. He had pity on the least of things asleep upon his chair. കസേരയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയ ഏറ്റവും നിസ്സാരനായ എന്നോട് പോലും കരുണ കാണിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്യൂട്ടിഫുൾ ബലാഡ് എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. സോ ഫാദർ ഗില്ലിഗൻ was tired night and day because almost half of his flock were in their bed and graves. Tells of the mysterious ways in which God works for the one who does his work. A ballad is a poem or a song that focuses on a specific story. The old priest Peter Gilligan was weary night and day, for half his flock were in their beds or under green sods lay. Father Gilligan had no time for sleep or rest. Half his flock, people who attended his church, were either ill or dead, buried under the green grass. Perhaps there was some epidemic. Once, while he nodded on a chair, at the moth hour of eve, another poor man sent for him, and he began to grieve. On one such evening, when he was nodding off to sleep on his chair, a dying man sent a message to call Father Gilligan. This made Father Gilligan sadder. I have no rest, nor joy, nor peace. For people die, and after, cried he, God forgive. My body spake, not I. Spake is an Old English form of spoke. Against his nature, Father Gilligan complained of his tiredness. Then he immediately asked God for forgiveness, saying that his tired body had complained, not his soul. He knelt and, leaning on the chair, he prayed and fell asleep. And the moth hour went from the fields, and stars began to peep. They slowly into millions grew, and leaves shook in the wind. And God covered the world with shade and whispered to mankind. Upon the time of sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. Then it was dawn. Sparrows were chirping. The moths reappeared. Father Gilligan stood up with a start. He was surprised that he had slept all night. Mavron, Mavron, the man has died. While I slept on the chair, he roused his horse out of its sleep and rode with little care. Mavron is an Irish expression of sorrow, like alas. Father Gilligan cried in sorrow that the man might have died while he slept. So he took his horse and rode speedily to the man's house. He rode now as he never rode, by rocky lane and fen. Fen means marshy land. The sick man's wife opened the door. Father, you come again? He rode fast and in a rough manner over stony paths and marshy land, without caring for his safety.
At the man's house, the wife opened the door and asked in surprise why Father Gilligan had come again. "And is the poor man dead?" he cried. "He died an hour ago." The old priest, Peter Gilligan, in grief, swayed to and fro. His body swayed in sorrow and repentance. When you were gone, he turned and died, as merry as a bird. The old priest, Peter Gilligan, he knelt him at that word. She explained that after the priest had left, the man turned in his bed, feeling as light as a bird, and died peacefully. Father Gilligan realized that some miracle had occurred and knelt down to thank God. "He who hath made the night of stars for souls who tire and bleed, sent one of his great angels down to help me in my need." Father Gilligan realized that God helped him as he was tired and exhausted in God's work, and had sent an angel looking like Father Gilligan to do his work. He who is wrapped in purple robes, with planets in his care, had pity on the least of things, asleep upon a chair. God in the sky, the purple robes stand for sky, who governed the planets. The universe still took pity on a man lying tired in his chair, and helped him in his hour of need. God takes care of all things, big and small.